ഹലോ, ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് ഒരു പോസ്റ്റ് കാണാനിടയുണ്ടായി. അതിനെ തുടർന്നിട്ടുള്ളൊരു വീഡിയോ ആണിത്. സഹജീവികളിൽ നിന്നൊരിത്തിരി പോലും വ്യത്യാസം വരുത്താതെ എല്ലാവരും ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതുമായ റെസ്പെക്റ്റും ഇക്വാലിറ്റിയും അവരിലേക്കും തുല്യമായി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു തുടങ്ങുന്നു. പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും മാത്രമല്ല, ആവശ്യമില്ലാതെ സഹതപിക്കുന്നതും അവരെ വേർതിരിച്ച് കാണുന്ന പോലെ തന്നെയാണ്. അവരോടുള്ള സഹതാപം ഈ സമൂഹത്തോട് പറഞ്ഞ് കരയുന്ന നാടകവും അവരെ ഒരു വീക്കർ സെക്ഷനാണ് എന്ന് പറയുന്നതിന് തുല്യമാണ്. ആ നാടകത്തിലൂടെ അവർ നോർമൽ അല്ലെന്ന് പറയുകയും അവർക്ക് വേണ്ടി ഈക്വാലിറ്റി എന്ന പോയിന്റ് പിച്ച് ചീന്തി കളയുകയുമാണ്. ഈ കാണുന്നതാണ് ആ പോസ്റ്റ്. ട്രാൻസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതെന്തിനാണ് അവരെ മാത്രം പറയുന്നത്? ഈ പറഞ്ഞ ആദ്യത്തെ പോയിന്റിൽ തന്നെയില്ലേ വേർതിരിവ്? ഈ ഭൂമിയിൽ കാണുന്ന ഓരോ ജീവിയും ദൈവത്തിൻ്റെ സൃഷ്ടി തന്നെയല്ലേ? ഇതൊരു യൂട്യൂബറിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റാണ്. ഈ യൂട്യൂബറിൻ്റെ ലൈവിൽ ചാറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ ശ്രീവിരുദ്ധതയും വെർബൽ അബ്യൂസും പച്ചത്തെറികളും അടങ്ങിയതാണ്. എന്നാൽ അതൊന്നും കണ്ട ഭാവം പോലും നടിക്കാത്ത ഇവർ ആ കമൻറ്റുകൾ ഇടുന്ന കൂട്ടത്തിലെ ഒരു ട്രാൻസ്ജെൻഡറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള CP ആണിത്. ആ പോസ്റ്റിലെ രണ്ടാമത്തെ വരി അവരെ ദൈവം അനുഗ്രഹിച്ചു വിട്ടതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം തെറി വിളിക്കാനുള്ള ലൈസൻസാണോ രമ്യ? തെറ്റുകൾ ചെയ്യുന്നവരും മോശം വാക്ക് ഉപയോഗിക്കുന്നവരും ആൺ പെൺ വ്യത്യാസമില്ലാതെ തെറ്റുകാർ തന്നെയാണ്. നീ മനസ്സിലേറ്റി ആരാധിക്കുന്നതിനേക്കാളും കള്ളക്കണ്ണീരൊഴുക്കി സിമ്പതി ഇറക്കുന്നതിനേക്കാളും അവർക്കാവശ്യം അവരെ നമ്മളിൽ ഒരാളായിട്ട് കരുതുന്നതാണ്. എല്ലാ മനുഷ്യരും അവരുടെ സ്വഭാവത്തിൻ്റെ പേരിലായിരിക്കണം ബഹുമാനിക്കപ്പെടേണ്ടത്. ജെൻഡർ ഡിഫറൻസിലോ പണം, വിദ്യാഭ്യാസം ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന വ്യത്യാസത്തിലോ അല്ല. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, സഹജീവികളോടുള്ള സ്നേഹം, ബഹുമാനം, ഇതൊക്കെ നോക്കിയിട്ടാകണം മറ്റൊരാളോടുള്ള ആദരവുണ്ടാകേണ്ടത്. നിന്നെ എവിടെയോ ട്രാൻസ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നീ ലൈവിൽ വന്ന് തുള്ളി ഉറഞ്ഞാടിയത്? അന്ന് നീ പറഞ്ഞില്ലല്ലോ ഈ ഡയലോഗൊന്നും. നിന്നെ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്ന് പറഞ്ഞിട്ട് നീ വന്ന് സന്തോഷമൊന്നും അറിയിച്ചിട്ടില്ലായിരുന്നല്ലോ. അന്ന് നീ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുകയല്ലായിരുന്നു. അന്ന് അവരെ അങ്ങ് ക്ഷമിച്ച് വിടാത്തതെന്ത്? ഇപ്പോൾ നീ കാണിക്കുന്ന ഈ സ്നേഹം അന്ന് ആ വാക്കിനോട് കാണിക്കണമായിരുന്നു. ഈ ഇൻസിഡൻറ്റ് പോരെ നീ കാർഡ് ഇറക്കി കളിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവാൻ? ആ വാക്കിൻ്റെ പേരിൽ നീ ഒരു ഗ്രൂപ്പിനെ തന്നെ ശത്രുവാക്കി. സോ ആ വാക്ക് നിന്നെ അത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് തിരുത്തി മാറ്റി നീ പറഞ്ഞ് കളിക്കുന്നത് വെറും സിമ്പതിക്കുള്ള ഗെയിം മാത്രമാണ്. ഓരോ കമൻസും ഒരാളുടെ കയ്യിൽ നിന്ന് വെറുതെ വരുന്നതൊന്നുമല്ല. അവരവരുടെ ചിന്തകൾ തന്നെയാണ് കമൻസായിട്ട് വരുന്നത്. ട്രാൻസ് എന്ന മറവ് കൊണ്ട് ഇതുവരെ ആ വ്യക്തി അവിടെ എഴുതി വെച്ചതൊന്നും വെള്ളപൂശാൻ ശ്രമിക്കേണ്ട രമ്യ. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും പറഞ്ഞ് വെർബൽ അബ്യൂസ് ചെയ്യാനുള്ള ഒരു മറവ് അവർക്ക് നീ സൃഷ്ടിച്ചു കൊടുക്കണ്ട. അതിനെ എൻകറേജ് ചെയ്യുന്നതിൽ നിങ്ങളുടെ നിലപാട് തെറ്റാണ് എന്നതിൽ വേറെ ന്യായീകരണമൊന്നുമില്ല. നീതിബോധമില്ലാത്ത പ്രവൃത്തികളാണ് നിൻ്റെ ചാറ്റ് ബോക്സ് മൊത്തവും. അട്ടർ വേസ്റ്റാണ്. ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നീ പൊതുജനത്തെ പറ്റിക്കാൻ ഇറങ്ങിയേക്കുന്നു. ഇത് നിൻ്റെ അടുത്ത കപടതയുടെ മുഖം മൂടിയാണ്.